വീടുകളായാലും സ്ഥാപനങ്ങളായാലും കെട്ടിടങ്ങളായാലും അതത് കാലത്തെ സാമൂഹിക സാംസ്കാരിക അവസ്ഥകളുമായി ഏറെ താതാത്മ്യപ്പെടുന്നു. ഒരുപക്ഷെ കാലം എന്തും സംസാരിക്കുന്നത് കെട്ടിടങ്ങളുടെ ചുണ്ടുകളിലൂടെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അവ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. താമസിച്ചവരൊക്കെ മരിച്ചു മണ്ണടഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അവരുടെ ഗദ്ഗതങ്ങളും അവരുടെ ഉച്ഛ്വാസങ്ങളുമൊക്കെ അലിഞ്ഞു ചേർന്ന കെട്ടിടങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ ജൈവ പ്രതിഭാസങ്ങളായി കാലാകാലം നിലനിൽക്കുന്നു. ഈ തിരിച്ചറിവിലൂടെ അത്തരം സാധ്യതകളുള്ള പുതിയ കെട്ടിടങ്ങളുടെ ഒരു ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള വ്യഗ്രതയായിരുന്നുവോ അങ്ങ് ഇപ്പോൾ രജത ജൂബിലി 25ാം വാർഷികം ആഘോഷിക്കുന്ന ഹാബിറ്റാറ്റ് പ്രസ്ഥാനത്തിന് രൂപം നൽകാനുള്ള പ്രധാന പ്രചോദനം? സാമൂഹ്യ ജീവിതത്തിൻ്റെ കൃത്യമായിട്ടുള്ള പരിച്ഛേദങ്ങളായിരുന്നു ഇന്നും കെട്ടിടങ്ങൾ. നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന വർണ്ണവ്യത്യാസങ്ങൾ ഉൾപ്പെടെ വൈശ്യനൊരു തരം വീട്, ശൂദ്രനൊരു തരം വീട്, ക്ഷത്രിയനൊരു തരം വീട്, ബ്രാഹ്മണനൊരു തരം വീട് എന്നുള്ള സങ്കല്പം നമ്മൾ തള്ളിക്കളയാവുന്നതാണ്. നമ്മുടെ സമവാക്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപക്ഷെ പ്രതിലോമകരമായിട്ടുള്ള ആശയമായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നമ്മുടെ ഈ തനത് വാസ്തുശില്പ ശൈലിയുടെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത്, ശോഭ എന്ന് പറയുന്നത്, ഈ ക്ഷത്രിയൻ്റെ വീട്ടിൽ ആയുധപ്പുര, വൈശ്യൻ്റെ വീട്ടിൽ ഈ ധാന്യങ്ങൾ സൂക്ഷിക്കാനുള്ള അറകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഈ ആയുസിൻ്റെ പകുതി സമയം നമ്മൾ ചിലവാക്കുന്ന കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവൻ്റെ ഈ തുടിപ്പുകൾ വരുന്ന ഈ വീടുകളുടെ വാസഗ്രഹങ്ങളുടെ ഈ നിർമ്മിതിയിലുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഒരുപക്ഷെ അതിശയത്തോടു കൂടി അത്ഭുതത്തോടു കൂടി കാണുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ ഈ വ്യക്തിനിഷ്ഠ ആർക്കിടെക്ചറിലേക്ക് വരുന്നത്. ഞാനെപ്പോഴും വിചാരിക്കുന്നത് ഈ ഓരോരുത്തർക്കും, എനിക്കും നിങ്ങൾക്കുമൊക്കെ തന്നെ, ലോകത്തിലെ എല്ലാവർക്കും വ്യത്യസ്തമായ മുഖങ്ങളും വ്യത്യസ്തമായ ഭാവങ്ങളും നിറങ്ങൾക്ക്, സ്വപ്നങ്ങളുടെ നിറങ്ങൾക്ക് പോലും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനെയും അവൻ്റെ പൂർണ്ണതയോടുകൂടി കാണുവാനും അവരുടെ ജീവിതത്തിൻ്റെ ഈ ചലനങ്ങളുമായിട്ട് സമരസപ്പെട്ടുകൊണ്ട്, ആശയങ്ങളുമായിട്ട് സമരസപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു വാസ്തുശില്പ ശൈലി ആയിരുന്നു ഒരു പക്ഷേ നമ്മുടെ ഈ പ്രാചീന കാലത്ത് നമുക്ക് എന്നും മേന്മയായിട്ട് പറയാനുണ്ടായിരുന്നത്. ആ ഒരു പാരമ്പര്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പം ആ പാരമ്പര്യത്തിൻ്റെ ഊഷ്മളത, സ്നേഹം, കാരുണ്യം, ഇതൊക്കെ അതാണ് ഇപ്പം എൻ്റെ വീടുകളിൽ കൂടെ ഒരു പക്ഷേ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ സ്നേഹമാണ്, എൻ്റെ പ്രണയമാണ്, എൻ്റെ വാത്സല്യമാണ്, എൻ്റെ കാരുണ്യമാണ്. ഇത് പല രീതിയിലാണ്. ഇപ്പം നമ്മൾ ബധിരന്, കുരുടന്, അല്ലെങ്കിൽ വികലാംഗ ഈ സ്വഭാവമുള്ള ആൾക്കൊക്കെ വീട് വയ്ക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു സെൻസിറ്റീവ് ആർക്കിടെക്ചറിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ ഈ പുറമ്പോക്കുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വീട് വയ്ക്കുമ്പം തീർച്ചയായിട്ടും നമുക്ക് വേറൊരു സെൻസിറ്റിവിറ്റി നമുക്ക് പ്രകടിപ്പിക്കേണ്ടിയിരിക്കും. അപ്പം സെൻസിറ്റീവ് ആർക്കിടെക്ചർ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും മനോഹരമായിട്ട്. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയാവുന്ന ചില പുതിയ പ്രവണതകൾ പുതുതല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യന്റെ പ്രകൃതി ജാഗ്രതയുമായി ബന്ധപ്പെട്ട് അന്ന് ആംഗലത്തിൽ അത്തരം പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഏതാണ്ട് ലക്ഷണങ്ങൾ അക്കാലം തൊട്ടേ ഉണ്ടെന്ന് തോന്നുന്നു. സ്മാർട്ട് ഹൗസസ്, ഇൻ്റലിജൻറ്റ് ഹൗസസ്, അങ്ങ് പറയുന്ന ജൈവ പ്രതിഭാസത്തോടു കൂടിയിട്ടുള്ള വീടുകളുടെ സങ്കല്പനം തന്നെയല്ലേ. ഇപ്പോഴാണെങ്കിൽ റീജനറേഷൻ ഹൗസസ് എന്ന് പറഞ്ഞു ഒരു പുതിയ ട്രെൻഡ് 2020 ആകുമ്പോഴത്തേക്കും പാശ്ചാത്യ പ്രധാന നഗരങ്ങളിൽ പുനരുജ്ജീവന പ്രസക്തിയുള്ള സാധ്യതയുള്ള ഭവനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഒരുപക്ഷെ ശ്രീ ശങ്കർ, ആകാശത്തേക്ക് കൂടുതൽ വ്യാപിക്കുന്ന, ഉയർന്നു പോകുന്ന ഒരു അധിവാസ വികസന രീതിയിലേക്ക് മനുഷ്യ സമൂഹം ഒന്നുകിൽ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങളാൽ അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു വികസനത്തിൻ്റെ വഴിക്ക് പോകുന്നുണ്ടെന്ന് കരുതാമോ? ഞാനതിനെ പൂർണ്ണമായിട്ടും തിരസ്കരിക്കുന്ന ഒരാളാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ആകപ്പാടിലും ബാക്കി വിൽക്കാനുള്ള ആകാശം മാത്രമേ ഉള്ളൂ. നമ്മൾ ഭൂമി മുഴുവൻ വിറ്റ് തുലച്ചു, നമ്മുടെ നദികൾ, പുഴകളെല്ലാം വിറ്റ് തുലച്ചു. ഇനി ബാക്കിയുള്ളത് നമുക്ക് മനുഷ്യർക്ക് ഇതുവരെ എത്തിപ്പെടാൻ കഴിയാത്ത ആകാശം മാത്രമേ ഉള്ളൂ. അതിലേക്കുള്ള അധിനിവേശം തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വാസ്തുശില്പി എന്നുള്ള രീതിയിൽ ഒട്ടും അതാണ് ഞാനെൻ്റെ ജീവിതത്തിൽ ഫ്ലാറ്റുകൾ ചെയ്യില്ല, ഞാനൊരു മൾട്ടി സ്റ്റോർ ബിൽഡിങ്ങിലേക്ക് പോവില്ല എന്ന് പറയാനുള്ള പുറകിൽ ഇതിന് വളരെ പ്രസക്തമായിട്ടുള്ള ചില രാഷ്ട്രീയ വിശ്വാസങ്ങളുണ്ടെന്ന് കരുതിക്കോളൂ. ഒന്ന്, ഈ ഇന്ത്യയെ പോലുള്ള ഒരുപാട് മഹാരാജ്യം, ഇത്രയും ജനസാന്ദ്രതയുള്ള മഹാരാജ്യത്ത്
ഇപ്പോഴും നമ്മൾ ചില സമവാക്യങ്ങൾ നമ്മൾ കാണാതിരുന്നുകൂടാ. ഇന്ത്യയിലെ ഈ വാസയോഗ്യമായിട്ടുള്ള ഭൂമിയിൽ 90% ഭൂമി 10% ആൾക്കാരുടെ കയ്യിലിരിക്കുകയാണ്. അതേസമയം 10%, ബാക്കി 90% ആൾക്കാർ ഈ 10% വേണ്ടിയുള്ള കടിപിടിയിലാണ്. അതൊരു യുദ്ധരംഗമാണ്. ഈ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ, ഈ സമ്പത്തിൻ്റെ അമിതമായിട്ടുള്ള കുന്നുകൂടലുകൾ, ഇതൊക്കെ ഈ രാജ്യത്ത് പ്രതിലോമകരമായിട്ടുള്ള വിധ്വംസകമായിട്ടുള്ള ഏറെ ഈ ശൈലികൾക്ക്, അതാണ് നമുക്ക് ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നതിൽ, കെട്ടിടം എന്ന് പറയുന്നത് ആർഭാടത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയൊക്കെ ചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം താങ്കൾ സൂചിപ്പിച്ചത് റീജനറേഷൻ ഹൗസ്. വളരെ ഉത്തമമായിട്ടുള്ള, നമ്മൾ മനസ്സിനോട് ചേർത്ത് പിടിക്കേണ്ട ഒരു വലിയൊരു ഉന്നതമായ ആശയമാണ്. ഞങ്ങളുടെ ജീവിതകാലത്ത് എന്നും പറഞ്ഞുകൊണ്ടിരുന്ന 3 കാര്യങ്ങളുണ്ട്: റിന്യൂ, റീസൈക്കിൾ, റീയൂസ്. ഇത് 3 നമ്മൾ മനുഷ്യൻ ചേർത്ത് പിടിക്കേണ്ട ആശയങ്ങളാണ്. നമുക്ക് നമ്മുടെ മൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി നടക്കുന്ന പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയും ആഴവും നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ സ്ഥാനത്തിരിക്കുന്നത് കെട്ടിട നിർമ്മാണ രംഗത്തുള്ള, തീർച്ചയായിട്ടും ഈ ആൻറ്റി സോഷ്യൽ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് തന്നെയാണ് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുവാനും. കെട്ടിട നിർമ്മാണ സാമഗ്രികൾ, ഈ സിമന്റ്, കമ്പി, ഇതിൻ്റെ അധിക ഉപഭോഗം ഉണ്ടാക്കുന്ന ഏറെ ചോദ്യങ്ങളുണ്ട്. നൈതികമായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്കിതുവരെ കിട്ടുന്നില്ല. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭൂമിക്ക് അനുസരണമായിട്ടുള്ള ജൈവ ഓർഗാനിക് ആർക്കിടെക്ചർ, ജൈവ സാധ്യതയുള്ള ഒരു വാസ്തുശില്പ ശൈലി എന്നുള്ളത്, അത് മുറുക്കി പിടിക്കേണ്ടത്, ഞാൻ പറയുന്നത് നമുക്ക് ചോയ്സില്ല. ഇനി ചരിത്രത്തിന് അനിവാര്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ നമുക്കറിയാവുന്ന എല്ലാ വസ്തുക്കളും ആയുസ് കഴിയുന്നതോറും ഡിറ്റീറിയേറ്റ് ചെയ്യുകയും ഈ ഒരു വസ്തുവിൻ്റെ ബലം കൂടുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്യത്ഭുതകരമായിട്ടൊരു കണ്ടെത്തലല്ലേ.